നമസ്കാരം, എൻ്റെ പേര് ജയന്ത. ഒരു അതിഥി തൊഴിലാളി എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഓണത്തെ മനസ്സിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അത് ശരിക്കും അതിനകത്തുണ്ട്. വൈഫും പിന്നെ മക്കളും ഉണ്ട്. മലയാളം അറിഞ്ഞുണ്ടായിരുന്നു, ഇപ്പം മറന്നുപോയി. പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പറയാനില്ല. ജയന്ത് വളരെ വളരെ മനോഹരമായിട്ട് തന്നെ ആ പാട്ട് പാടിത്തന്നു. നമസ്കാരം, എൻ്റെ പേര് ജയന്ത. ഞാൻ എനിക്ക് വീട് ആസാം. മലയാളം അറിഞ്ഞുണ്ടായിരുന്നു, ഇപ്പം മറന്നുപോയി. കുറേയൊക്കെ അറിയാം. പിന്നെ നേരത്തെ ഞാൻ ജോലി ചെയ്ത ആൾക്കാരെ ഹിന്ദി, ഇപ്പം നമ്മളെ ഭാഷൻ്റെ ആൾക്കാരുണ്ട് ഇപ്പം. പിന്നെ അങ്ങനത്തെ കുറച്ച് മറന്നുപോയി. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഓണപ്പാട്ടുമുണ്ട്. അപ്പോൾ അത് പാടിയിരിക്കുന്നത് നമ്മുടെ ആസാമിൽ നിന്ന് വന്നിട്ടുള്ള അതിഥി തൊഴിലാളി, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയന്താണ്. എഴുതിയിരിക്കുന്നത് നമ്മുടെ ജയകുമാർ കെ പവിത്രനാണ്. ഈ പാട്ട് നമുക്ക് നമ്മളെ ചേട്ടൻ ജയകുമാർ ഒരു നല്ല ഈസിയുള്ള പാട്ട് എനിക്ക് കൊടുത്തായിരുന്നു. ഇത് ശരിക്കും മാംഗോമഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്കിൽ ഞാൻ മ്യൂസീഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ മറ്റൊരു ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ജയന്ത്. അദ്ദേഹം നല്ലൊരു പാട്ടുകാരനും കൂടിയാണ്. मैं क्या बोलूँ, अभी जो हिंदी भी मैं भूल गया. अभी हम लोग का जो भाषा है वो भी थोड़ा मालूम है. കുറച്ച് നാൾ മുമ്പ് ജയന്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വന്നു, നമുക്ക് ഇപ്പോൾ മലയാളത്തിൽ ഒരു ഓണപ്പാട്ട് പാടണമെന്നുള്ളൊരു ആഗ്രഹം എന്നോട് പങ്കുവെച്ച്. നമ്മളെ ഇവിടെ ജോലി സ്ഥലത്തിൽ ഞാൻ 3 പേരേ ഉള്ളൂ. വൈഫും പിന്നെ മക്കളും ഉണ്ട്. ഈ പാട്ടിലേക്ക് വരാനായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് കൊറോണ സമയത്ത് മാംഗോമഡോസിൽ വെച്ചിട്ട് ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ഓണം ആൽബം ചെയ്തായിരുന്നു. ഈണപ്പൂക്കളം എന്നാണ് പേര്. അപ്പോൾ അതിന് മൊത്തം 12 പാട്ട്. ഒരെണ്ണം വിജയ് ദാസ്, MG ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ, വൈക്കം വിജയലക്ഷ്മി, ജാസി ഗിഫ്റ്റ്, അഭിജിത്ത് കൊല്ലം, ലിബിൻസ് കരിയ, വിജേഷ് ഗോപാൽ, അങ്ങനെ ഒത്തിരി പിന്നെ പ്രമുഖരായിട്ടുള്ള പാട്ടുകാർ പാടിയിട്ടുള്ള ഈണപ്പൂക്കളം എന്ന് പറയുന്ന ആൽബം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ജയന്ത് അവിടെ ഉണ്ട്. എനിക്ക് ഒത്തിരി സുഖം. എനിക്ക് നല്ല പാട്ട് പഠിക്കുന്നത്. അപ്പോഴാണ് അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഉടനെ ജയന്ത് ഫ്ലൂട്ടൊക്കെ വായിക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഫ്ലൂട്ട് ഇങ്ങനെ കണ്ട് വായിച്ച്, അപ്പോൾ ഞാനിങ്ങനെ പാട്ട് ട്യൂൺ ചെയ്യണമെന്ന് കണ്ട് ഉടനെ അവിടെ വെച്ച് ഞങ്ങൾ ഭയങ്കരമായിട്ട് ജോലിയായി. അപ്പോഴാണ് ശരിക്കും ഈ ഇത്രയും പാട്ടുകളെല്ലാം ഉണ്ട്. പുള്ളിക്കും അന്ന് എന്നോട് പറഞ്ഞതാ മലയാളത്തിൽ പുള്ളിക്കൊരു പാട്ട് പാടണമെന്ന്. तो उसने मेरे को बोला, हम दोनों का थोड़ा दोस्ती जैसा भी हो गया. उसने मेरे को बोला, तुम तो अच्छा गाना गाता है, ऐसे बोला. मलयालम में बोला. मैं वो बांसुरी बजाता है, तो उसका कारण उसका नाम जैन है और अच्छा वाला बांसुरी बजाता है वो. उसका साथ मैं दोनों मिल के ये प्लानिंग किया. പൂവേ പൂവേ പാട്ടിലാകെ പാടരുമൻ പൂവേ, പണ്ടേ പോലെ ഓണം വന്നു വിളിക്കുന്നു തേനേ, നല്ല നാടിൻ നന്മയുണ്ണ ദൂരെ നിന്നും ഞാനെത്തുമ്പോൾ പൊന്മലയാളം മലയോളം വിളമ്പുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടാണ് ജയകുമാർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് വളരെ അത്ഭുതകരമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു അതിഥി തൊഴിലാളി എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഓണത്തെ മനസ്സിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അത് ശരിക്കും അതിനകത്തുണ്ട്. और हम लोग का इधर का जो विशु है, हम लोग का जो बिहू है असम में, तो इधर का भी वो ऐसे ही है, सेम टू सेम है. अभी ओणम जो है सेम टू सेम है. हम लोग का उधर बहाग बिहू बोलता है. इधर जैसे बड़ा है, हम लोग का भी बहाग बिहू वो ऐसा बड़ा है. तो ജയന്ത് അന്ന് അവരുടെ നാട്ടിൽ ബിഹു എന്നും പറഞ്ഞൊരു ആഘോഷത്തെപ്പറ്റി പറഞ്ഞു. നമ്മുടെ ഓണം പോലെ തന്നെയുള്ളൊരു വലിയ ആഘോഷമാണ് ബിഹു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബിഹു ഓണം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അത് ഇന്നിപ്പോൾ രാവിലെ ജയകുമാർ
ആണ് അതിൻ്റെ ഈ ഒരു ഐഡിയ പറഞ്ഞത്, ബിഹു ഓണം. അപ്പോൾ അത് ആ പേര് കേട്ടപ്പോഴത്തേക്കും ജയന്തിനും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പേരായിട്ട് തോന്നുന്നത് ബിഹു ഓണം. ശരിക്കും മനസ്സിലിങ്ങനെ ഈ ജയന്തൊക്കെ ആണെങ്കിലും എത്രയോ നാളുകളെ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ഈ പാട്ടെന്ന് പറയുന്ന ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഈ നാടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടുത്തെ ഓണത്തിൻ്റെ ആ ഒരു വലിയ ആരവും ആവേശവും അതിനുള്ള തയ്യാറെടുപ്പും എല്ലാം കണ്ടപ്പോഴത്തേക്കും നാട്ടിലെ ബിഹുവായിട്ട് പുള്ളിക്ക് വല്ലാതെ അങ്ങോട്ട് കണക്ട് ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു ഓണപ്പാട്ടുമായിട്ട് നമുക്ക് ഇത്ര കൂടാൻ കഴിഞ്ഞതിൽ ഒത്തിരി 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 സന്തോഷം. പൂവേ പൂവേ പത്തിലകി പരറുമൻ പൂവേ പണ്ടേ പോലെ ഓണം വന്നു വിളിക്കുന്നു തന്നെ. എല്ലാ കേരള ആൾക്കാർക്ക് നമസ്കാരം. ഹാപ്പി ഓണം. പത്തിലകി പരറുമൻ പൂവേ പണ്ടേ പോലെ ഓണം വന്നു വിളിക്കുന്നു തേനെ. നല്ല നാടിൻ നന്മയൊന്ന ദൂരെ നിന്നും ഞാനെത്തുമ്പോ പൺമലയാളം മലയാളം വിളമ്പുന്നു. പൺമലയാളം മലയാളം വിളമ്പുന്നു. പൂവേ പൂവേ പത്തിലകി പരറുമൻ പൂവേ പണ്ടേ പോലെ ഓണം വന്നു വിളിക്കുന്നു തേനേ. മലനാടും ഇടനാടും തിരയാടും തിരുനാടും. മലനാടും ഇടനാടും തിരയാടും തിരുനാടും. മാവേലിയെ വളവളക്കുമ്പോ ആർപ്പോ യൂറോ അടുത്ത് വിളിക്കാൻ ഞാനും പൂരാ. പൂവേ പൂവേ പത്തിലകി പരറുമൻ പൂവേ. പനിക്കാരും പണക്കാരും ഒന്നുപോലെ കൊണ്ടാടും. പനിക്കാരും പണക്കാരും ഒന്നുപോലെ കൊണ്ടാടും. തിരുവോണമായി ഇത് കേരളം. പൂവേ പുണ്ടേനെ ഈ നാദിനെ ഞാൻ നെഞ്ചൽ ചേർക്കും. പൂവേ പൂവേ പത്തിലകി പരറുമൻ പൂവേ പണ്ടേ പോലെ ഓണം വന്നു വിളിക്കുന്നു തേനെ. നല്ല നാടിൻ നന്മയൊന്ന ദൂരെ നിന്നും ഞാനെത്തുമ്പോ പൺമലയാളം മലയാളം വിളമ്പുന്നു. പൺമലയാളം മലയാളം വിളമ്പുന്നു. പൂവേ പൂവേ പത്തിലകി പരറുമൻ പൂവേ.